ഹായ് ഡിയേഴ്സ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം, ആശുപത്രിയിൽ നിന്ന് വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ നിന്ന് വന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇന്നലെ വന്നു. ഇപ്പോൾ അമ്മ എണീറ്റിട്ടുണ്ട്, പല്ലൊക്കെ തേക്കാൻ പോവാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും നാളൊക്കെ അമ്മ ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കുറേ നാളായിട്ട് റെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തലയിറങ്ങിയൊക്കെ വീണത് കൊണ്ട് ഞങ്ങൾ റെസ്റ്റിലാണ്. അച്ചാറിന് കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് പോകണ്ട, റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞേക്കുവാണ്. പല്ലേപ്പും കാര്യങ്ങളൊക്കെ ആയേ ഉള്ളൂ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ 4-ാം തീയതി നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ. അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും കൂടിയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാണ്ട് നമ്മൾ പോയി. ഉച്ചയ്ക്കായിരുന്നു കല്യാണം, ഏകദേശം 12 മണി ആ ടൈമിനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 1 മണിയോടുകൂടിയാണ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചത്. അത് കഴിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ചെറിയ തലകറക്കം പോലെയൊക്കെ വന്നിട്ട് അമ്മ അങ്ങ് അവിടെ വീഴുമായിരുന്നു. റോഡിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ വണ്ടി നോക്കിയിട്ട്, ബസ് നോക്കിയിട്ട്, ബസ്സിലാണ് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് കല്യാണത്തിന് പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ അങ്ങ് തറയിലേക്ക് വീഴുക. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ മടിയിലോട്ടാണ് അമ്മേനെ കിടത്തുന്നത്. ഞങ്ങൾ എന്നിട്ട് വണ്ടി നോക്കി അവിടെ 15 മിനിറ്റോളം കിടന്നു കേട്ടോ. ഓട്ടോ വരണില്ല, അന്ന് സൺഡേയും കൂടിയല്ലേ, ഓട്ടോ വരണില്ല, വണ്ടി വരണില്ല. കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ പോയി ഓട്ടോയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് അതിൽ കയറിയിട്ട് നമ്മൾ പോകാമായിരുന്നു കേട്ടോ. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെ, ECGയിലൊക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അല്ല കേട്ടോ, അതൊന്നും അല്ല. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതൊന്നും അല്ല, അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ വന്നതാണ്. ഓൾറെഡി അമ്മ തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഡിസ്ചാർജ് ചെയ്ത് കിട്ടി വന്നു. ഒരുപാട് പേര് അന്വേഷിച്ചു കേട്ടോ അമ്മയുടെ കാര്യം. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് തന്നെ വിചാരിച്ചത്. അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, റെസ്റ്റ്. ഒരു ക്ഷീണം ഉണ്ടല്ലോ, ഒരു അസുഖം വന്ന് നമുക്കൊരു ക്ഷീണം വരുമല്ലോ, അതുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ റെസ്റ്റിലാണ്. കുറച്ച് ദിവസത്തേക്കൊന്നും അച്ഛൻ പോകണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇങ്ങനെ ഇരിപ്പും നിപ്പും പിന്നെ കുറച്ച് ചെറുതായിട്ട് ജോലിയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇനി മുന്നോട്ട് പോകണ്ടേ. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. പൂച്ചയായിട്ടൊക്കെ ഇരിപ്പാണ് ആശാൻ്റെ മെയിൻ ഇപ്പോഴത്തെ പണി. നമ്മുടെ വെള്ളപ്പൂച്ച പോയി കേട്ടോ. ആളിപ്പോൾ ഇല്ല, എവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. വിഷമമുണ്ട്, പക്ഷെ എന്നാലും അതിപ്പോൾ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ പല്ല് തേപ്പൊക്കെ കഴിയാറായി ആശാൻ്റെ. അപ്പോൾ പിന്നെ മാങ്ങ, നമ്മുടെ വാതിക്കൽ മാവേൽ കുറച്ച് മാങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു മാങ്ങ ഉണ്ടെങ്കിൽ അച്ചാറിടാം, കണ്ണിമാങ്ങ പോലെ. 1-2 കണ്ണിമാങ്ങയും പറിച്ച് അതിനുള്ള വഴക്കം കേട്ടു. കൂട്ടത്തിൽ 1-2 വലിയ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കടുമാങ്ങ അച്ചാറിടുവാണെങ്കിൽ നല്ല ഇതാണല്ലോ. അച്ചാറാണ് ഇവിടെ എല്ലാവർക്കും ഇച്ചിരി വീക്ക്നെസ്സാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അച്ചാറാക്കാന്നൊക്കെ പറഞ്ഞ് മാങ്ങ പറിച്ച് ഞാൻ കഷ്ടപ്പെട്ട് മകൻ്റെ നീളി കയറി പറിച്ച് മാങ്ങയാണ്. അങ്ങനെ പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ദിവസത്തേക്ക് അമ്മേനെ കൊണ്ട് ഇങ്ങനത്തെ പണികളൊന്നും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, കാരണം റെസ്റ്റ് വേണമല്ലോ. പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കി. അമ്മയുടെ സാരി കുറച്ച് ദിവസത്തെ അലക്കാനുണ്ടായിരുന്നു. അമ്മ ഇവർ ഡെയിലി ജോലിക്ക് പോണവരല്ലേ. പിന്നെ അമ്മ ഇവിടെ ജോലിക്ക് പോകണേന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ബേക്കറിയിലാണ് പണിക്ക് പോണത്. അതൊരു ബൊർമയാണ്, ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അവിടുത്തെ ബൊർമയിലാണ് പോണത്. ഈ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, കുഞ്ഞു കേക്കുകൾ, അങ്ങനെയുള്ള. അപ്പോൾ അവിടെയാണ് പോണത്. അപ്പോൾ പിന്നെ നിന്നുകൊണ്ടുള്ള ജോലിയാണ്. അമ്മയ്ക്ക് കാലിൽ വെരിക്കോസും ഉണ്ട് കേട്ടോ. അപ്പോൾ നിന്നുകൊണ്ടുള്ള ജോലി ആയതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പോയാൽ അതും പ്രശ്നമാകും. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പറഞ്ഞ ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കുന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കുക. അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് ലീവ് എടുക്കാൻ. അങ്ങനെ ഒരു വിധത്തിൽ അച്ഛൻ പറഞ്ഞ് നിർത്തിയേക്കുക. അച്ഛൻ ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുക. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചാമ്പങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, പനിനീർ ചാമ്പങ്ങ. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് കുറച്ച് കഴിയുമ്പം അത് കഴിക്കാം, അമ്മച്ചി അവിടെ വെയിറ്റ് ചെയ്യ്. കുറച്ച് നേരം അമ്മ വീഡിയോ എടുത്ത് തന്നു കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞു മോനെ ഞാനൊന്ന് കിടക്കട്ടെന്നും പറഞ്ഞു കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വാ കിടക്കണ്ട. അപ്പോൾ എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ കിടത്താനും ഒരു മടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് ചാമ്പങ്ങ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ചാമ്പങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് അരിഞ്ഞ്. അപ്പോൾ ആദ്യം മുളകും ഉപ്പൊക്കെ കൂട്ടി തിന്നാമെന്ന് വിചാരിച്ചു. പിന്നെ ആ പ്ലാനും വേണം. ഇനിയിപ്പം എങ്ങാനും ഇത് കുറച്ച് പുളിയൊക്കെ ഉള്ള സാധനമല്ലേ, അതെങ്ങാനും നമുക്ക് പിടിക്കാതെ വന്നാലോ എന്ന് കരുതി ഉപ്പും അതൊന്നും എടുത്തില്ല, മുളക് പൊടിയൊന്നും എടുത്തില്ല. അല്ലാതെ തന്നെ 2 പേരും കൂടെ. എന്നാൽ നല്ല രസമാണ് കേട്ടോ, ഇതിന് അടിപൊളി ടേസ്റ്റാണ്. ഇതിന് കുറേ പേര് ഉള്ളിച്ചാമ്പ, മുട്ടച്ചാമ്പ, ഇതിന് കുറേ പേരുണ്ടെന്ന് ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് ഓരോ സ്ഥലത്തും ഓരോ പേര് ഇതിന് പറയുന്നത്. ഇവിടെ പനിനീർ ചാമ്പ എന്നൊക്കെ പറയും കേട്ടോ. വലിയ ചാമ്പങ്ങ, പനിനീർ ചാമ്പങ്ങ എന്നൊക്കെ നമ്മൾ പറയും. നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഇത് വളർന്നു കഴിയുമ്പോൾ ഒരു ലൈറ്റ് റോസ് ഷെയ്ഡ് വരും. അതുകൊണ്ടായിരിക്കും പിന്നെ മണമുണ്ട്, ആ ഒരു റോസാപ്പൂവിൻ്റെ ഒരു മണമുണ്ട് ഇതിന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് പനിനീർ ചാമ്പ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ 2 പേരും കൂടി അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് അമ്മയ്ക്ക് ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ.
മഹീന്ദ്ര താർ എന്നല്ല ഇതിന് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ പറയാം, അമ്മ എനിക്ക് ഇതിൻ്റെ ഒരു ബ്ലാക്ക് എടുക്കണം, ഒരു മഹീന്ദ്ര താറിൻ്റെ ബ്ലാക്ക് എടുക്കണം എന്നൊക്കെ എപ്പോഴും പറയും. അപ്പം അമ്മ ചിരിക്കും. ഞാൻ പറയും കളിയാക്കുമൊന്നും വേണ്ട, ഒരു ദിവസം ഞാൻ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് ഓർഡർ ചെയ്തത്, വന്നപ്പോൾ റെഡായി. പിന്നെ ഇത് റിട്ടേൺ അടിക്കാനും ഒന്നും എനിക്ക് തോന്നിയില്ല. നമുക്ക് എൻ്റെ കയ്യിൽ കളറൊക്കെ ഇരിപ്പുണ്ടല്ലോ, നമ്മളിതിൻ്റെ ആളായിരുന്നല്ലോ. അങ്ങനെ കളറൊക്കെ ഇന്നൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ പുറത്തൊന്ന് ബ്ലാക്ക് അടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അമ്മയ്ക്ക് അതിൻ്റെ റെഡായിരുന്നു കേട്ടോ ഇഷ്ടം. അച്ഛനും എനിക്കും ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടത്. എനിക്കെന്തോ ബ്ലാക്ക് കളറിനോടാണ് ഒരു താല്പര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും തിരക്കിയ എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.